എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ പച്ച വീട്ടിൽ പ്രശ്നേഷാണ്. നമ്മുടെ രോഹിത്തിൻ്റെ കാര്യമാണ്. രോഹിത്തിനെ പറ്റിയിട്ട് ഇപ്പോൾ ഇന്ന് വാർത്തകൾ മൊത്തം നിറഞ്ഞു നിൽക്കുകയാണ്. പുള്ളിക്കാരനെതിരെ അമ്മയും സഹോദരിയും കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഏറ്റുപിടിച്ച് നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും രോഹിത്ത് സഹോദരിയുടെ ചെകിടത്ത് അടിച്ചു എന്നൊക്കെയാണ് അവർ അവകാശപ്പെടുന്നത്. കുറേയേറെ തെളിവുകളും ആ ഒരു പെൺകുട്ടിയുടെ കയ്യിലുണ്ട്. പക്ഷേ തല്ലുന്ന ആ ഒരു തെളിവ് മാത്രം അവരുടെ കൈകളിലില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ആ ഒരു സമയത്ത് തല്ലിയതിൻ്റെ പ്രൂഫൊന്നും എടുക്കാൻ സാധിച്ചില്ല. അവിടെ നടന്ന വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ രോഹിത്തിൻ്റെ സഹോദരി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാരൻ ഇങ്ങനെ ആക്രമിച്ചു, ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചു, പിന്നെ തല്ലി. അപ്പോൾ ആ ഒരു തല്ലുന്ന സമയത്ത് ഫോണിനെ സേഫ് ആക്കാനാണ് ആ ഒരു കൊച്ചിക്ക നോക്കിയത്. അപ്പോൾ ഫോൺ പിടിച്ചു വാങ്ങാനായിട്ടായിരുന്നു രോഹിത്ത് വന്നത് എന്നിങ്ങനെ സഹോദരി പറയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ടും ഫോൺ ഒളിപ്പിക്കാനാണ് ശ്രമിച്ചത്, സേഫ് ആക്കി വെക്കാനാണ് നോക്കിയെന്ന് പറയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു മറുപടിയായിട്ട് എൻ്റെ പൊന്നോ രോഹിത്ത് വന്നിട്ടുണ്ട് ഒരു വീഡിയോസുമായിട്ട്. ശരിക്കും പറയുകയാണെങ്കിൽ രോഹിത്ത് ആള് വളരെ മോശമാണെന്ന് തന്നെയാണ് രോഹിത്തിൻ്റെ അമ്മയും സഹോദരിയും പറയുന്നത്. ക്ലീനിങ്ങിൻ്റെ വീഡിയോയിൽ വരുമ്പോൾ കാണിക്കുന്നത് പോലുള്ള വൃത്തിയോ സംഭവങ്ങളോ ഒന്നുമില്ലാത്ത ആളാണ് രോഹിത്ത് എന്ന് സഹോദരി പറയുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിലെന്ന് പറഞ്ഞാൽ രോഹിത്ത് വളരെ മോശക്കാരനാണെന്നും ദേഷ്യക്കാരനാണെന്നും ഉപദ്രവിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ രോഹിത്തിൻ്റെ സഹോദരി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഒരു മറുപടിയുമായിട്ടാണ് രോഹിത്ത് മറ്റൊരു വീഡിയോയുമായിട്ട് വന്നത്. പക്ഷേ പുള്ളിക്കാരൻ ആദ്യം വളരെ സൗമ്യതയിൽ സംസാരിച്ച് വന്നുവെങ്കിലും പിന്നീട് പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്നും എല്ലാം പോയി. പെറ്റ അമ്മയെ ഉൾപ്പെടെ തെറി വിളിക്കുന്ന രീതിയിലേക്ക് പോയി രോഹിത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ആണെന്ന് പോലും ചിന്തിക്കാണ്ട് രോഹിത്തിൻ്റെ വായിൽ നിന്നും വീണ സരസ്വതി വളരെ മോശമായിപ്പോയി. കാരണം അമ്മയെക്കുറിച്ച് കൂടിയാണ് പറയുന്നത്, സഹോദരിയെക്കുറിച്ചിട്ടും അമ്മയെക്കുറിച്ചും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ കൂടെ എന്തെങ്കിലും നേരിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കിത്രേ ഉള്ളൂ. പക്ഷേ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ എത്ര പേരതൊക്കെ കാണും. അതും അമ്മയ്ക്കൊക്കെ കഴിക്കാൻ കൊടുത്ത കണക്കും വസ്ത്രം വാങ്ങിച്ചു കൊടുത്ത കണക്കും പൈസ കൊടുക്കാഞ്ഞതിലുള്ള പ്രശ്നങ്ങളും എന്ന് വേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് രോഹിത്തിൻ്റെ ഈ ദാരിദ്ര്യ കണക്കൊന്ന് കേട്ടിട്ട് വരാം. അതിനുശേഷം നമുക്ക് പിന്നീട് പറയാം ബാക്കി കാര്യങ്ങൾ. അവളുടെ സ്വർണ്ണത്തിലോട്ട് എനിക്ക് ഓൾറെഡി ഒരു നോട്ടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ സ്വർണ്ണം ബാങ്കിലെ ലോക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പൈസ അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ കിട്ടുള്ളൂ. അതായത് ഇൻഷുറൻസ് ആയിട്ട് കുറച്ച് പൈസ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ വിറ്റിട്ട് വെളിയിൽ പോകട്ടെ എന്ന്. എടി, നിന്റെ സ്വർണ്ണത്തിനോ അമ്മച്ചിയുടെ സ്ഥലത്തിനോ മൂഞ്ചാനായിരുന്നെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ മൂഞ്ചി രക്ഷപ്പെടായിരുന്നു. ഇനി അതുമല്ല, അച്ഛൻ ചെലവിനിടുന്ന പൈസയ്ക്ക്, അതായത് വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ചെലവിനിടുന്ന പൈസയ്ക്കകത്തുനിന്ന് ചിലവ് നോക്കിയിട്ട് എൻ്റെ പൈസ ഞാൻ പണിയെടുക്കുന്ന പൈസ മാറ്റി വെക്കാണെങ്കിൽ എനിക്ക് ഇതിനു മുമ്പേ രക്ഷപ്പെടായിരുന്നു. അല്ലാതെ ഈ പറയുന്ന മറ്റേ ഗോൾഡിന്റെ മൂഞ്ചലുണ്ടല്ലോ, അത് ആരാണോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നിയമപരമായി തന്നെ തെളിയിക്കാം. അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിന്റെ സ്വർണ്ണം ഞാൻ വിറ്റിട്ടുണ്ടെങ്കിൽ, അതായത് 2.5 ലക്ഷത്തിനുള്ള സ്വർണ്ണം എൻ്റെ അമ്മയുടെ അനുമതിയോട് കൂടി വിറ്റിട്ടുണ്ടെങ്കിൽ, ഇപ്പം അനുമതി എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മാറ്റുകളായിരിക്കും, നോ പ്രോബ്ലം, കംപ്ലീറ്റ്ലി ഓക്കെ. അതിനുള്ള 2.5 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ലീസിന് വന്നിട്ടുണ്ടെന്നുള്ളതും ആ ലീസിന്റെ പൈസ ഇപ്പം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക്, അമ്മയുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളത് ഞാൻ ഒപ്പിട്ടെന്നുള്ളതും ഒക്കെ എൻ്റെ തെളിവുണ്ട്. അപ്പം ഞാൻ നിങ്ങളുടെ ആരുടെ ഒരു കോപം അടിച്ചു മാറ്റിയിട്ടില്ല. പിന്നെ അടിച്ചു മാറ്റി നോട്ടം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എനിക്ക് പറയാം, ഇത്രയും കാലം എൻ്റെ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ ഇടാത്തുന്നത് നീയൊക്കെ തിന്നിട്ട് ഇപ്പം എക്സ്ട്രാ ആയിട്ട് തോന്നുമ്പോൾ എല്ലാ ബുധനാഴ്ചയും വെനസ്ഡേ ബക്കറ്റും കോപ്പൊന്നും കിട്ടാണ്ട് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ, എല്ലാ ഒക്കേഷൻസും വരുമ്പോഴത്തേക്കും ഈ കഴിഞ്ഞ വിഷുവിന് ഉൾപ്പെടെ ഡ്രസ്സ് എടുക്കാനായിട്ട് കോരി എൻ്റെ കയ്യിൽ കിട്ടാതെ വന്നപ്പോണ്ടല്ലോ കടി തുടങ്ങിയാന്നുള്ളത് എനിക്ക് തെളിവ് എനിക്ക് ചുമ്മാ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാരണം ഇത്രയും കാലം നിന്നെയൊക്കെ നോക്കിയതും ഇത്രയും കാലം 1 രൂപ പോലും അച്ഛൻ ഇരുന്ന പൈസ ഇടാത്തുനിന്ന് ചിലവാക്കിക്കാഞ്ഞതും എൻ്റെ ഒരു ആണത്തം കൊണ്ടാണെന്നുള്ളത് എനിക്ക് ഈസി ആയിട്ട് തെളിയിക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം അതിനുള്ള എക്സാമ്പിളാണ് ഇത്രയും കാലം പണിയെടുത്തത്. അമ്മച്ചി ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, നീ പണിക്ക് അന്ന് കക്കൂസ് കഴുകിയും പറമ്പിൽ പണിയെടുത്തും ജീവിച്ചാലും കുഴപ്പമൊന്നുമില്ല, അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നതാണ് അഭിമാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി. എന്നിട്ട് കഴിഞ്ഞിടയ്ക്ക് എനിക്ക് ആരോ പറഞ്ഞാണ്, ഇത് ഏത് വീഡിയോയിലാണ് പറഞ്ഞതെന്നറിയില്ല, അമ്മ പറഞ്ഞത് ഇപ്പം മറ്റേ അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പൈസയില്ലേ, അച്ഛനിട്ടേക്കുന്ന പൈസ, അത് മിച്ചം വെച്ചത് അമ്മ മറ്റേ മേക്കാട് പണിക്ക് പോയിട്ട് മിച്ചം വെച്ചാണെന്നൊക്കെ പറയുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയില്ല അത് ഒറിജിനലായിട്ട് പറഞ്ഞിട്ടുള്ളതാണെന്ന്. ആണെങ്കിൽ അമ്മ സന്തോഷമുണ്ട്, അമ്മ മേക്കാട് പണിക്ക് പോയി സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ. ഒരു സൈഡിൽ മൂത്ത മകൻ കിടന്നിങ്ങനെ ഉഴച്ചതും അമ്മയ്ക്ക് മിച്ചം ഉണ്ടാക്കി തന്നതും അച്ഛൻ്റെത് വരെ മേടിച്ച് അമ്മയുടെ പേരിൽ തന്നതും ഒക്കെ അതിനൊക്കെയുള്ള നന്ദി എനിക്ക് കിട്ടുന്നുണ്ട്. സന്തോഷമായി, സമാധാനമായി, നന്ദിയുണ്ടമ്മേ, 1000 നന്ദി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പച്ച വീട്ടിൽ പ്രശ്നേഷിൻ്റെ സംസ്കാരം എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രയും തെറി പറയുന്ന ഈ പുള്ളിക്കാരൻ സ്വന്തം വീട്ടിലപ്പോൾ എന്തൊക്കെയായിരിക്കും? സ്വന്തം അമ്മയ്ക്ക് കൊടുത്തിട്ട് നിനക്കൊക്കെ തിന്നാൻ തന്നില്ലേ, നീയൊക്കെ തിന്നില്ലേ, നീയൊക്കെ അങ്ങനെ, നീയൊക്കെ ഇങ്ങനെ എന്ന് പറയുമ്പോൾ നീ നിൻ്റെ മാതൃത്വത്തെ അല്ലേ അപമാനിക്കുന്നത്, നിൻ്റെ സ്വന്തം അമ്മയുടെ മാതൃത്വത്തെ.
നിന്നെ കഷ്ടപ്പെട്ട് 10 മാസം ചുമന്ന് പ്രസവിച്ച അവർക്ക് തിന്നാൻ കൊടുത്തതിൻ്റെ കണക്ക് പറയാനായിട്ട് നിനക്ക് നാണമില്ലേടാ ചെക്ക? നിനക്ക് ഒട്ടും ഉളുപ്പില്ലേ? ഒന്നുമില്ലേലും കൂടെയുള്ളത് നിന്റെ സഹോദരിയല്ലേ? നീ ഈ ജനങ്ങളെ കേൾപ്പിക്കാനായിട്ട് വിളിച്ച് പറഞ്ഞ നേരത്തിന് സ്വന്തമായിട്ട് നിന്റെ സഹോദരിയെ വിളിച്ച് 2 തെറി വിളിച്ചെങ്കിൽ ആരും കേൾക്കില്ലായിരുന്നല്ലോ. അല്ലെങ്കിൽ നീ നേരിട്ട് ചെന്നിട്ട് 2 തെറി വിളിച്ചിരുന്നെങ്കിൽ അത്രയ്ക്ക് ഇത്രയേ ഉള്ളായിരുന്നു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത് പറയുമ്പോൾ കുറച്ചെങ്കിലും ഒരു ഉളുപ്പ് വേണം പ്രശ്നേഷേ. ചുമ്മാതാണോ നിന്നെ എല്ലാവരും പ്രശ്നേഷേ എന്ന് തന്നെ വിളിക്കുന്നത്? നിന്റെ പ്രശ്നങ്ങൾ ഒരിക്കലും തീരില്ല എന്ന് തന്നെയാണോ? ശരിക്കും പറഞ്ഞാൽ പ്രശ്നേഷ് എവിടെ ചെന്നാലും പ്രശ്നമാണ്. ഏതിൽ തൊട്ടാലും പിടിച്ചാലും അത്രയും പ്രശ്നമാണ്. എന്തിനു കൂടുതൽ പറയുന്നത്, ഒരു വാഴപ്പഴം മേടിച്ചു കഴിഞ്ഞാൽ പ്രശ്നേഷ് അത് സാനിറ്റൈസ് ചെയ്തതിന് ശേഷമാണ് അത് ഉപയോഗിക്കുന്നത്. അത്രയ്ക്കാണ് പ്രശ്നേഷിന് പ്രശ്നങ്ങൾ. അല്ല, അങ്ങനെയുള്ള പ്രശ്നേഷിനോട് ഞാൻ പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ആ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും സുരക്ഷിതത്വം നോക്കുന്ന പ്രശ്നേഷ് ഇപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ഭക്ഷണ സാധനം മേടിച്ചുകൊണ്ട് വന്നാൽ അത് കഴുകുന്നു, 1000 വട്ടം കഴുകുന്നു. അത് കഴിക്കുന്നതിന് മുമ്പ് അത് പിടിച്ച കൈ പോയി കഴുകുന്നു, കൈ കഴുകിയിട്ട് വീണ്ടും അതിൽ പിടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കഴുകുന്നു. അങ്ങനെ സാനിറ്റൈസറും സോപ്പ് വെള്ളവും ഇല്ലാത്ത ഒരു ലൈഫിനെ പറ്റിയിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്ത പ്രശ്നേഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വിവാഹ സൽക്കാര ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് പോയി എന്ന് വെച്ചോ. അങ്ങനെ പങ്കെടുക്കുന്നതിനിടയിൽ അവിടെ ഭക്ഷണം കൊടുക്കും. ഏതൊരു ചടങ്ങിലും, ഇപ്പോൾ പാലുകാച്ചായാലും വിവാഹമായാലും എന്ത് ചടങ്ങിൽ പങ്കെടുത്താലും അവിടെ ഭക്ഷണം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, ഒരു വിവാഹ ചടങ്ങ് തന്നെ നമുക്ക് ഉദാഹരണത്തിന് എടുക്കാം. ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് പ്രശ്നേഷ് ഭക്ഷണം കഴിക്കില്ലേ? എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മൾ തന്നെ കാണുന്നതാണ്, ഒരു വിവാഹ ചടങ്ങുകളിലൊക്കെ സദ്യ വിളമ്പുന്ന സമയത്ത് ചോറ് തന്നെ ആ ഒരു വലിയൊരു ബേസൻ എന്ന് നമ്മൾ പറയും, അങ്ങനെയുള്ള പാത്രത്തിന് അതിങ്ങനെ കൊണ്ടുവന്നാൽ എത്ര പേര് കൈമാറിയാണ് കൊണ്ടുവരുന്നത്. കറികൾ വിളമ്പുന്ന പാത്രമായാലും എത്ര പേര് കൈമാറുന്നു. തൊട്ടിയാണെങ്കിലും സാമ്പാർ, പായസം ഒക്കെ എടുക്കുന്ന തൊട്ടിയാണെങ്കിലും എത്ര പേര് കൈമാറിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ പ്രശ്നേഷ് അവരൊന്നും കൊണ്ടുവരുന്ന ഭക്ഷണം കഴിക്കില്ല. ഇനി എക്സ്ട്രാ സാനിറ്റൈസർ കൊണ്ടുവന്നിട്ട് അതിനകത്തൊക്കെ ഒഴിച്ചതിന് ശേഷമാണോ പുള്ളിക്കാരൻ കഴിക്കുന്നത്? അപ്പോൾ ഈ പ്രശ്നേഷിൻ്റെ ഈ വൃത്തി എന്നുള്ളത് ഒരു പ്രശ്നമല്ല. ആ വൃത്തി പുള്ളിക്കാരൻ ശരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പുള്ളിക്കാരൻ്റെ കണ്ടൻ്റാണ് വൃത്തി എന്ന് പറയുന്നത്. ലൈഫിൽ പുള്ളിക്കാരൻ ഒട്ടും വൃത്തിയുള്ള ആളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പ്രശ്നേഷിൻ്റെ സഹോദരിയും പറയുന്നത് അത് തന്നെയാണ്. വീട്ടിൽ വലിയ വൃത്തിയൊന്നും ഉള്ള ആളല്ല എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും സ്വന്തം അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ കൊടുത്തിട്ട് വിളിച്ച് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അതിനേക്കാളേറെ മോശമായിട്ടുള്ള കാര്യമാണ് പുള്ളിക്കാരൻ്റെ പദപ്രയോഗങ്ങൾ. അമ്മയും സഹോദരിയൊക്കെ എന്താണ് നിനക്കൊക്കെ എന്നൊക്കെ പറയുന്നതും വളരെ വൃത്തികെട്ട ഭാഷാപ്രയോഗങ്ങളും ഒക്കെ കഷ്ടം തന്നെ പ്രശ്നേഷേ. നിന്നെപ്പോലെ ഉള്ള ആളുകൾ സമൂഹത്തിന് തന്നെ മാതൃകയാകേണ്ട ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെയുള്ള അപരാധങ്ങൾ പറയുമ്പോൾ എന്ത് വിലയുണ്ടോ നിനക്കൊക്കെ? എന്ത് വിലയുണ്ട്? ഉളുപ്പുണ്ടോടോ? അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ എന്ത് തന്നെയാണെങ്കിലും സത്യസന്ധമായിട്ട് കമൻറ്റ് ചെയ്തേക്കണേ. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.